ഉപയോഗം കഴിഞ്ഞെങ്കിൽ വണ്ടിയെ കൊണ്ട് തന്നൂടാ. അളിയ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത്? എനിക്കത് എങ്ങനെ പറയണമെന്ന് അറിയാൻ വയ്യ. കാര്യം പറയണ അത് ഞാൻ എങ്ങനെ പറയൂടാ നിന്റെ അടുത്ത്? ഇത് വണ്ടിയെല്ലാം കൊണ്ട് തട്ടിയാ? അതിനെന്താ? അതിനെന്താ? വണ്ടിയാകുമ്പോ തട്ടും. എവിടെയാ തട്ടിയത്? എഞ്ചിനുകളായി പോയാ? ബാ പറയോ. അതിലല്ല, ബാക്കില്, ബാക്ക് സൈഡില്. ബാക്ക് ഇടിച്ച് മറിച്ച്. ഇല്ലല്ല, മറിഞ്ഞില്ല. ഏത് ഈ ഇത്തിരി പോലെ പെയിന്റ് പോയതാ? പോയ കാര്യങ്ങളൊക്കെ നടന്നില്ലേ? എന്ത് കാര്യം? കാറിന്റെ അകത്ത് കുത്തി മറിഞ്ഞ. EMI എപ്പോഴും അടച്ചോണ്ടിരിക്കുകയായിരുന്നു. അതായിരുന്നു ഒരു വിഷമം. 4 ടയറോടെ ഉണ്ടാണേ. ആ സുധീറേ, അളിയ ഞാൻ അറിയാതെ ഞാൻ വേണം. അളിയ ഒന്ന് പറഞ്ഞ കളിയാ, വണ്ടി ഇടിച്ചളിയാ. പെട്ടെന്നോ സ്പോട്ട് ചെയ്തണം. അളിയ നിർത്താവോ പോണ്? ഇതാണല്ലേ. ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുക. എന്തേലും പറയടാ. വണ്ടി ഇത് എന്ത് ചെയ്യും? ഇതിപ്പോ നമുക്ക് എനിക്ക് അറിയുന്ന പയ്യനായി പോയി. വണ്ടിയൊക്കെ ആകുമ്പോ തട്ടേ മുട്ടയൊക്കെ ചെയ്യും. പക്ഷെ എന്റെ വണ്ടി അടി ചെവിക്കൽ ഞാൻ പൊട്ടിച്ചാ. അവന്റെ നീ അടിച്ചാണോ എന്റെ ചെവിക്കെല്ലാം? നീ വിറയ്ക്കും. അവന്റെ അച്ചാരെന്നറിയോ? ഉണ്ട പത്രോസ്. ആ 3 ഉണ്ട ഇപ്പോഴും വീട്ടിൽ ഇരിപ്പില്ലേ? നിന്റെ വെഞ്ചാമര കയറ്റി ഒരു പൊട്ടിച്ചോണ്ടല്ലോ നിന്റെ അച്ഛനൊക്കെ നമ്മള് പണിഞ്ഞിട്ടുണ്ട്. ഒരു ബുള്ളറ്റ് അല്ലേ? ഓ ആ പണിയായിരുന്നു. ഭയങ്കര തമാശ ബ്രോ. ഇത് അറിയാതെ ഞാൻ തട്ടിയത്. എല്ലാരും അറിയാതെ തന്നെ തട്ടുന്നത്. സംഭവം ഒന്നും അവ അവന്റെ പെണ്ണുമായിട്ട് ഒന്ന് പോയി. എന്റെ ശ്രദ്ധ ഒന്ന് മാറി പോയടേ. ഒന്ന് വിട് അല്ലേ? കാറിന്റെ അകത്ത് എന്തോ പരിപാടിയായിരുന്നു? കാറിന്റെ അകത്ത് ഇപ്പൊ 1 മാസം എടുക്കും ഇത് പണിഞ്ഞു കിട്ടാൻ. ഭയങ്കര പണിയാണല്ലേ പണിയാൻ പോണ? പിന്നെ ഭയങ്കര പണിയല്ല. 4 ലെയറാണ് ഇങ്ങനെ ഇടാൻ പോണത്. 25 രൂപ പറയണ. 25,000 രൂപ 500 ഔട്ട് തന്നെ വേണം. ആശുപത്രി ഒന്ന് പറയടാ. ഞാൻ മനപ്പൂർവ്വം ഇല്ല ബ്രോ. പിള്ളേരെ കയ്യിൽ നിന്നൊക്കെ ചെറുതായിട്ട് പറ്റുന്നില്ലെങ്കിൽ ക്ഷമിച്ച് വിട്. 4 ലെയർ വേണ്ട ബ്രോ. 1 ലെയറിൽ അടിക്കാൻ പറ്റും. 1 ലെയറിലൊന്നും ഞാൻ അടിയൊന്നും നടക്കില്ല. ഞാൻ ശരീരം അനങ്ങിയാണ് പെയിന്റ് അടിക്കാൻ പോണത്. ഒരു 25,000 രൂപയാണെങ്കിൽ അടിക്കാം. ആ കൊറ നീ കൊടുത്ത് തീർന്നു. അടയില്ലാതെ നടക്കില്ല. കാര്യം ഇവൻ തൊട്ട പണിയാണ്. റൂം എടുക്കാൻ പൈസ ഇല്ലാത്ത കാർ കൊണ്ടുപോയ. ഞാൻ കൊടുത്ത് തീർത്തോളാം. ഞാൻ കൊടുത്ത് തീർക്കാം. വിട്. പൈസ ഇല്ലാത്തോണ്ട് എല്ലാം വാങ്ങാൻ ഇരിക്കരുത് കേട്ടോ. അവസാനം വിധി നിന്നെ വെപ്രാളിപ്പിക്കും. പോട്ട് പോ. ഒരു 5 പൈസ പോലും വാങ്ങാതെ വിടല്ലേ അവനെ. നമുക്കൊരു കാലം ഉണ്ടായിരുന്നു. ഓലയുടെ ഇടയിലും കച്ചിലിന്റെ ഇടയിലും പിള്ളേരൊക്കെ മോനെ തുടിക്ക പ്ലക്കണം. അത്രേ ഉള്ളൂ. ഓക്കെ ബൈ. അത്രേ ഉള്ളൂ.